എന്നും മുടക്കം വരാണ്ട് നിങ്ങൾക്ക് തിരി തെളിയിക്കണം ഞാൻ. ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ദുശോകന. ആർക്കും വേണ്ട എന്നെ. ഞാൻ മരിച്ചാലേ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി ഈ ജീവിതം. എന്നെ കൊത്തിയെടുത്തോളൂ നാഗത്താന്മാരെ, കൊത്തിയെടുത്തോളൂ. എന്തായി പറയണേ? അതെ, കാവിന്റെ അകത്ത് ബോധമില്ലാണ്ട് കിടക്കണതാ കണ്ടത്. കയ്യിലൊരു കൊത്തുണ്ട്. ഭദ്രേ, ഭദ്രേ, വല്യമ്മാമ എവിടെ? വലിയേട്ടൻ പൂജാമുറിയില്ല. ഇനിയിപ്പോ പൂജ കഴിഞ്ഞിട്ടല്ലേ വന്ന് നോക്കൂ. ഇവൾ ഈ നില കിടക്കുമ്പോഴാണോ പൂജ? സമയം തെറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ വിളിക്കാം വല്യമ്മാമേ. വല്യമ്മാമ, 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 ദേവി ഇത് കഥ ഓർക്കൂ. ഇല്ലെങ്കിൽ ഭദ്ര അവള് മരിച്ചു പോകും. വല്യമ്മാമ, കഥ തുറക്കാൻ. വല്യമ്മാമ, ഉണ്ണി, വല്യമ്മാമ, എന്താ ഇത്? നീ ഇങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമില്ല. ഏട്ടൻ പൂജ കഴിഞ്ഞ് വരട്ടെ. ഇത് പൂജയൊന്നുമല്ല അമ്മേ, അവളുടെ ജീവൻ കുരുതി കൊടുക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ അവളെ കൊന്നെങ്കിലും തൃപ്തി അടയാ. അതല്ലേ മനസ്സില്? ഭദ്രയ്ക്കൊന്നും പറ്റില്ല ഉണ്ണേട്ടാ. അതെ, ഞാൻ കണ്ടല്ലോ വിഷം കയറി നീലിച്ച് കിടക്കണ. എന്റെ ഹൃദയം തുറന്നെടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുക. നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ കണ്ടിട്ട് ഇവരുടെ മനസ്സിലുണ്ടായ ഒരു വിഡ്ഢിത്തം, അതിന്റെ ഫലം ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. വാ വാ എന്റെ കൂടെ. ഉണ്ണി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാരും കൂടെ അങ്ങനെ ആക്കിയില്ലേ? വാ എന്റെ കൂടെ. ഈ മുറിയില് ദാ ഇപ്പോഴും അപ്പുന്റെ ശ്വാസം തങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ നന്ദ നിന്നെ എന്റെ ഭാര്യയാക്കാനാവും? എന്റെ 12 മിനിറ്റിന് മൂത്ത ഏട്ടത്തെ അമ്മയെന്ന് വിളിക്കണമെന്നാ പാവ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. അപ്പുവിന്റെ സ്ഥാനത്ത് എന്നെ കാണാൻ നന്ദയ്ക്ക് എങ്ങനെ കഴിയും? നന്ദ സ്നേഹിച്ചത് അവന്റെ രൂപത്തിനെയായിരുന്നു. അതിനുള്ളിലുള്ള അവനെയല്ലേ? ആ അവനിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം നന്ദയ്ക്ക് മറക്കാൻ എളുപ്പമാണോ? ഇനി എന്നോടൊന്നും പറയരുത്. അപ്പോ അവളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കഥ തുറക്കൂ പ്ലീസ്. പ്ലീസ് വല്യമ്മാവ, വല്യമ്മാവ, കഥ തുറക്കൂ പ്ലീസ്. വല്യമ്മാവ പ്ലീസ് കഥ തുറക്കൂ. പ്ലീസ് വല്യമ്മാവ. വല്യമ്മാവ, ഭദ്രയെ രക്ഷിക്കണം. അവക്കൊന്നും സംഭവിക്കരുത്. അവളെ രക്ഷിക്കണം വല്യമ്മാവ, പ്ലീസ്. മോളെ, അവക്കൊന്നും സംഭവിക്കരുത് വല്യമ്മാവ. അതെ, നസ്യം ചെയ്യണോ? എല്ലാം എന്റെ കൈ എത്തുന്ന ദൂരത്ത് വേണം. എല്ലാം തയ്യാറാ.
കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നേരം മുളക്കുന്ന വഴി നമുക്ക് കാക്കാം. ഇല്ല മോളെ, കണ്ണ് ചിമ്മാതെ ഞാൻ കാവലുണ്ടാവും. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതാ എന്റെ ജീവൻ ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു. മരണം വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകൂ. നരൻ, എനിക്കിത് കാണാൻ വയ്യ നരൻ. താഴത്തളത്തില് ഒന്നിന്റെ കൂടെ ചേർന്ന് പോവാൻ മറ്റൊരു ജീവൻ കൂടി തയ്യാറെടുക്കുകയാണ്. ദൈവങ്ങളുടെ ലോകത്തിലാണ് നരൻ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവരോട് പറയൂ അരുതെന്ന്. ഭദ്രയ്ക്ക് പകരം മറ്റൊരു ജീവൻ മതിയെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു നിമിഷം നരനെ മറന്ന് ജീവിതത്തെ സ്നേഹിച്ചു പോയി കുറ്റവുമായി ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ശിക്ഷ ഏൽക്കാം, എന്ത് പ്രായശ്ചിത്തം ചെയ്യാം? പകരം ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഭദ്രയുടെ ജീവൻ. അമ്മേ, അമ്മേ, ഭദ്ര കണ്ണു തുറന്നു. മരണത്തിന് പോലെ എന്നെ വേണ്ടാതായി. അതെന്റെ തെറ്റല്ല ഉണ്ണേട്ട. അരുത്, അങ്ങനെയൊന്നും പറയരുത്. എന്നെ ദേവി നീ രക്ഷിച്ചു. മോളെ നന്ദ എവിടെ? ലക്ഷ്മിക്കുട്ടി, നന്ദമോളെ ഒന്ന് വിളിക്കേ. നന്ദമോളെ, മോളെ, ഞങ്ങൾ കാണിച്ച തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടിയിരുന്നില്ല മോളെ. ജാനുവടി, നന്ദമോളെ എവിടെയെങ്കിലും കാണുന്നില്ല. ജാനുവേ, ഒന്ന് പോയി നോക്കേ. നന്ദമോളെ, മോളെ, നന്ദമോളെ, ഇത് ഞാനാ. കഥ തുറക്ക. എന്താ ലക്ഷ്മിക്കുട്ടി? നന്ദമോളെ അപ്പുവിന്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. കഥ തുറക്കുന്നില്ല. മോളെ, മോളെ, അമ്മയെ വിളിക്കണേ. ഭദ്ര കണ്ണു തുറന്നു, കഥവ് തുറക്കേ. ജാനുവടി, ഉണ്ണിയേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നന്ദമോള് കഥവ് തുറക്കണില്ല. മോളെ, നന്ദേ, നന്ദമോളെ, മോളെ, ഉണ്ണി, നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന കിഴങ്ങ? ഞാൻ അപ്പുവാടാ. നീ നന്ദയെ തിരക്കണ്ട, ഞാൻ അവളെ കൊണ്ടുപോവാ. ഏത് ലോകത്തായാലും അവളില്ലാതെ എനിക്ക് വയ്യടാ. ദാ അവള് വരുന്നു. എന്റെ പൊന്നു മോളെ.